നമ്മൾ പണ്ടുള്ള അമ്മമാരൊക്കെ എപ്പോഴും കുഞ്ഞുങ്ങളെ ഉപ്പുമുളക് ഒഴിഞ്ഞിടുക, അതൊരു എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാവുന്നതല്ല, എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പല ആൾക്കാർ കുഞ്ഞുങ്ങൾ മാറി മാറി എടുത്തു കഴിഞ്ഞാൽ അന്ന് രാത്രി ശ്രദ്ധിച്ചാൽ മതി, കുഞ്ഞു ഉറങ്ങില്ല, വാശി പിടിച്ച് കരയും. അത് ആ എനർജി ഇംബാലൻസ് ആണ്. അതായത് നെഗറ്റീവ് എനർജിയുള്ള ആൾക്കാരെ കുഞ്ഞിനെ എടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി ആൾക്കാർ, പല ഇമോഷൻസ് ഉള്ള ആൾക്കാരെ എടുക്കുന്നുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ആ കുഞ്ഞിൻ്റെ എനർജിയും വേരി ചെയ്യും. അത് അപ്പോൾ ആ അൺവാണ്ടഡ് ആയ ഒരു ഫിയർ ആ കുഞ്ഞിന് വരും. രാത്രി അമ്മ ഉറങ്ങാൻ പറ്റില്ല, ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഞാൻ ഒരുപാട് കേസുകൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, മരിച്ച വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഹിന്ദു വിശ്വാസ പ്രകാരം കുളിച്ചിട്ടേ വീട്ടിനകത്തേ കയറാൻ പാടുള്ളൂ. അപ്പം അത് ഈ ഒരു കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ് പണ്ടുള്ളവർ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. വീട് വൃത്തിയാക്കുന്ന പോലെ നമ്മൾ എനർജി ബോഡിയും വീടിൻ്റെ എനർജി ബോഡിയും ക്ലീൻ ചെയ്ത് വെക്കുക. അതിലൂടെ നമുക്കൊരു പരിധി വരെ നമ്മൾ വീട്ടിലുണ്ടാകുന്ന നെഗറ്റീവ് ഇമോഷൻസ്, അല്ലെങ്കിൽ നെഗറ്റീവ് പ്രശ്നങ്ങൾ, റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ, അസുഖങ്ങൾ, ഇതൊക്കെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എനർജിയിൽ വിശ്വസിക്കുന്നുണ്ടോ? നെഗറ്റീവ് എനർജി, പോസിറ്റീവ് എനർജി. ഈ ഒരു പ്രാണി ഹീലിങ്ങിനെ കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് സുമിഷ മാമാണ്. സൈക്കോളജിസ്റ്റും പ്രാണി ഹീലറുമായിട്ടുള്ള സുമിഷ മാമിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഓക്കെ, നമസ്കാരം. മാം പുറത്ത് ഒരു നേഴ്സായിട്ടായിരുന്നു മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ജോബ് മാറ്റി വെച്ചിട്ട് ഈ ഒരു പ്രാണി ഹീലിങ്ങിൽ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഓക്കെ, ഞാൻ എബ്രോഡിൽ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഏകദേശം ഒരു 15 വർഷം ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ MSc സൈക്കോളജി പഠിക്കുന്നത്. അതും പഠിച്ചതിന് ശേഷം വീണ്ടും ഞാൻ നേഴ്സായി വർക്ക് ചെയ്തു. പക്ഷേ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാകുന്ന പോലെ എൻ്റെ ലൈഫിൽ കുറച്ച് ഫാമിലി ഇഷ്യൂസ്, ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ ഉണ്ടായി. ആ സമയത്ത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു ലെവലിലേക്ക് എത്തിയ സമയത്ത് അതിന് സൊല്യൂഷൻ അന്വേഷിച്ച് ഞാൻ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്തു, ഒരുപാട് ഹീലിംഗ് സെൻറ്റേഴ്സ് പോയി, ഒരുപാട് മെത്തേഡുകൾ പഠിച്ചു. അതൊന്നും എനിക്ക് വർക്കായില്ല. എൻ്റെ ലൈഫ് എൻ്റെ കയ്യിൽ നിന്ന് സംവെയർ എൽസ് എനിക്ക് സ്ലിപ്പ് ആവുന്ന പോലെ തോന്നി. ആ സമയത്താണ് വളരെ ആക്സിഡൻ്റലി അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനി പോലെ ഈ ഒരു പ്രാണി ഹീലിംഗ് എൻ്റെ ലൈഫിലേക്ക് വരുന്നത്. അവിടെ വെച്ച് ഞാൻ ചേഞ്ചായി, എൻ്റെ ഫാമിലി ചേഞ്ചായി. എനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് ഞാൻ വിചാരിച്ചതല്ല, എനിക്ക് ഈ പതുക്കെ എന്നിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി. ആ ഒരു ഹീലിംഗ് മെത്തേഡ് എനിക്ക് കിട്ടിയ ഒരു പീസ് ഓഫ് മൈൻഡ്, എൻ്റെ ഫാമിലി എല്ലാം എനിക്ക് തിരിച്ചു കിട്ടി. അത് മറ്റുള്ളവർക്കും കൊടുക്കണം എന്ന് എനിക്ക് തോന്നി. ആ ഒരു നേഴ്സായ സമയത്ത് എനിക്ക് കിട്ടിയ സാലറിയേക്കാളും, എനിക്ക് കിട്ടിയ ഒരു ഉത്തരവാദിത്തത്തിനേക്കാളും, അല്ലെങ്കിൽ അപ്രിസിയേഷനേക്കാളും എനിക്കൊരു ക്രെഡിബിലിറ്റി, അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്നതിലൂടെ ആണെന്ന് തോന്നിയപ്പോൾ ഒരു വലിയൊരു സാലറി ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് നാട്ടിലേക്ക് പോരുക ചെയ്തത്. ഒരു ഹീലിംഗ് എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് എല്ലാവർക്കും ഇത് കൂടെ കിട്ടുന്നൊരു സമാധാനവും സന്തോഷവും അവർക്കും കൂടി അത് അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ഫീൽഡിലേക്ക് വന്നത്. നമ്മുടെ ഒരു സൊസൈറ്റിയിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാനസിക സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും ഒരുപാടായിട്ട് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അപ്പോൾ മാം, ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പോകുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. നമ്മളുടെ ഒരു പ്രോബ്ലം, ഇപ്പോൾ പനിയായിട്ടാണെങ്കിലും വേറെ ഏതെങ്കിലും മാരകമായിട്ടുള്ള അസുഖങ്ങളായിട്ടാണെങ്കിലും. അപ്പോൾ നമ്മൾ എനർജി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യുന്ന പക്ഷം എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് പലപ്പോഴും കുറേ നെഗറ്റീവ് എനർജി സ്പ്രെഡ് ആകുന്ന, ഒരുപാട് നെഗറ്റീവ് എനർജി കുടുങ്ങി കിടക്കുന്ന ഒരു സ്പേസ് ആണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് മാമിൻ്റെ ഒരു കൺസെപ്റ്റ്? അങ്ങനെയാണോ? തീർച്ചയായിട്ടും. നെഗറ്റീവ് എനർജി എന്നതിനേക്കാൾ ഉപരി അവിടെ ഡിസീസ്ഡ് എനർജിയാണ്, രോഗാതുരമായ എനർജികൾ ഉൾക്കൊള്ളുന്നൊരു സ്ഥലമാണ് ഹോസ്പിറ്റൽ. കാരണം അവിടേക്ക് വരുന്ന എല്ലാവരും ഇമോഷണലി, ഫിസിക്കലി, അതുകൂടാതെ ഫിനാൻഷ്യലി ബ്രേക്ക് ഡൗൺ ഒരു ആൾക്കാരാണ്. അപ്പോൾ അവിടെ ആ ഒരു എനർജി എന്ന് പറയുമ്പം അവിടെ എപ്പോഴും ലോ എനർജിയാണ്, നെഗറ്റീവ് എനർജിയാണ്, ഡിസീസ്ഡ് എനർജിയാണ്. ആ ഒരു എനർജി നമുക്ക് എന്താ പറയുക, ഗ്രാജ്വലി ആ എനർജി നമ്മുടെ ബോഡിയിലും നമ്മുടെ ഫാമിലിയിലും ഒക്കെ കൂടി വരികയും പിന്നീട് നമുക്കന്ന് റിക്കവർ ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലേക്ക് അസുഖമായിട്ട് വരികയും ചെയ്യും. ഒരു നേഴ്സ് എന്ന രീതിയിൽ നമ്മൾ ഒരുപാട് രോഗികളെ ദിവസവും ശുശ്രൂഷിക്കുകയും ഹാൻഡിൽ ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ എനർജി ബോഡി ഗ്രാജ്വലി ഡ്രെയിൻ ആവും, നമുക്ക് അസുഖങ്ങൾ വന്നു തുടങ്ങും. എല്ലാ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാരുടെയും ഒരു എൻഡ് ഓഫ് ദ ഡേ അല്ലെ എൻഡ് ഓഫ് ദ ലൈഫ് പല അസുഖങ്ങൾ വന്നിട്ടാണ് എൻഡ് ആയിരിക്കുന്നത്. നമുക്ക് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ അത് കാണാൻ പറ്റും. ഞാനീ ഒരു ഹീലിംഗ് എനർജി മെത്തേഡിൽ വന്നപ്പം എൻ്റെ ഗുരുക്കന്മാരായിട്ട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഒരു ഹോസ്പിറ്റൽ സെറ്റിങ്സിൽ നിന്ന് ഒരിക്കലും നമുക്കൊരു പ്യുവർ എനർജി ബേസ് ചെയ്തൊരു ഹീലിംഗ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ ആ ജോലി വിട്ടതും. ആ ഒരു എനർജി നമുക്കൊരിക്കലും എന്നും അവിടെ ഹോസ്പിറ്റൽ രോഗികൾ വന്നുകൊണ്ടിരിക്കും, നമുക്കൊരിക്കലും അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അതനുസരിച്ച് നമ്മൾ ആ ഒരു എനർജി റീഫിൽ ആയിക്കൊണ്ടിരിക്കണം. അതും നമുക്ക് ഡെയിലി ബേസ് ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു ബേസിൽ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി ഇപ്പോൾ അമ്പലം, പള്ളി അതേപോലെയുള്ളൊരു സ്വന്തമായിട്ടൊരു എനർജി ഹീലിംഗ് സെൻറ്റർ എന്ന കൺസെപ്റ്റായിട്ട് ഞാൻ അവിടെ ഇറങ്ങുകയും അതിൻ്റെ വർക്കുകയും ചെയ്തു. ഓക്കെ, ഞാനും ഈ ഒരു മാനസികാരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന പക്ഷം ഒരുപാട് കൗൺസിലിംഗ് കേസുകളൊക്കെ വരുന്നത് ഇപ്പോൾ അബ്രോഡ് എന്നൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നഴ്സസ് ആയിട്ടുള്ള ഒരുപാട് ആളുകളൊക്കെ വരാറുണ്ട്. ഇവരൊക്കെ മെയിനായിട്ട് പറയുന്നത് ഈവൻ ഡ്യൂട്ടി, അത് കഴിഞ്ഞിട്ട് റൂം, വീണ്ടും ഡ്യൂട്ടി, റൂം,
ഇങ്ങനൊരു ലൂപ്പിൽ പെട്ടുപോകുന്നൊരവസ്ഥ ഉണ്ടല്ലോ, നമ്മൾ മെൻ്റലിയും നമ്മൾ ടോട്ടലി എന്ത് ചെയ്യും, ഒരു ഡൗൺ ആയി പോകുന്ന സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. എല്ലാം എനർജി അല്ല, എവറിത്തിങ് ഈസ് ബേസ്ഡ് ഓൺ എനർജി. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ വരുമ്പോൾ നമ്മൾ ക്യാരി ചെയ്യുന്നുണ്ട് ആ എനർജി. ആ ഡിസീസ് എനർജിയും കൊണ്ടാണ് നമ്മൾ വീട്ടിലേക്ക് വരുന്നത്. പണ്ടുള്ള ആൾക്കാർ നമ്മളോട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, വീട്ടിലേക്ക് വരുമ്പോൾ കുളിച്ചിട്ടേ വീട്ടിൽ കയറാവും, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച വസ്ത്രങ്ങളെല്ലാം പുറത്ത് കഴുകാനിടണം, ഒരിക്കലും അകത്തേക്ക് കൊണ്ടുവരും, പുറത്ത് കഴുകാനിടണം. നമ്മൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ പുറത്താണ് ചെരുപ്പിടുന്നത്. കാരണം അത് നമ്മൾ യാത്ര ചെയ്യുന്നിടത്ത് എല്ലാം ഉള്ള എനർജികൾ നമ്മളതിൽ ക്യാരി ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പുറത്ത് ചെരുപ്പ് അഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് കയറുന്നത്. പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, മരിച്ച വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഹിന്ദു വിശ്വാസപ്രകാരം കുളിച്ചിട്ടേ വീട്ടിനകത്തേ കയറാൻ പാടുള്ളൂ. അപ്പം അത് ഈ ഒരു കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ് പണ്ടുള്ളവർ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു ഡെയിലി ബേസിസ് നമ്മൾ വീട് തൂക്കുന്ന പോലെ, വീട് വൃത്തിയാക്കുന്ന പോലെ നമ്മൾ വീടിൻ്റെ എനർജി ബോർഡും ക്ലീൻ ചെയ്ത് വെക്കുക. അതിലൂടെ നമുക്കൊരു പരിധി വരെ നമ്മൾ വീട്ടിലുണ്ടാകുന്ന നെഗറ്റീവ് ഇമോഷൻസ് അല്ലെങ്കിൽ നെഗറ്റീവ് പ്രശ്നങ്ങൾ, റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ, അസുഖങ്ങൾ, ഇതൊക്കെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അത് ഈ പ്രാണി ഹീലിംഗ് കൂടെ നമുക്ക് ഒരു 80% ക്ലിയർ ചെയ്ത് നല്ലൊരു ലൈഫും അതിനുള്ള ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഈ എനർജി എന്ന് പറയുന്നത് ശരിക്കും എത്രത്തോളം ഈ പ്രാണി ഹീലിങ്ങിൽ എത്രത്തോളം എനർജി ഉണ്ട് എന്നുള്ളത് അവകാശപ്പെടുന്നുണ്ട്? എല്ലാം എനർജി നമ്മൾ പഠിച്ചിട്ടില്ല. എവറിത്തിങ് ഈസ് എനർജി നൈദർ ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ്. ഇത് സയൻറ്റിഫിക്കലി തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രാണി ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു എനർജി ഹീലിംഗ് ബേസ്ഡ് ഉള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ്. എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും, ഇമോഷണൽ, ഫിസിക്കൽ, ഫിനാൻഷ്യൽ, റിലേഷൻഷിപ്പ് പ്രോബ്ലം, അത് ബേസ് ചെയ്തിരിക്കുന്ന എവറിത്തിങ് ഈസ് എനർജി എന്നൊരു കൺസെപ്റ്റിൻ്റെ ബേസിലാണ് പ്രാണി ഹീലിംഗ് വർക്ക് ചെയ്യുന്നത്. അപ്പം ആ ഒരു എത്രത്തോളം അതിൻ്റെ അകത്ത് എനർജി തന്നെ നമുക്ക് ആ ഒരു പ്രാണി ഹീലിംഗ് ഉപയോഗിച്ച് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിധിവരെ സൊല്യൂഷൻ കണ്ടുപിടിക്കുകയും അത് സോൾവ് ചെയ്യാനും പറ്റും. ഓക്കെ. അപ്പോൾ ഈ നെഗറ്റീവ് എനർജി, പോസിറ്റീവ് എനർജി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു നെഗറ്റീവ് എനർജിക്ക് ഒരു എക്സാമ്പിൾ എങ്ങനെ പറയാം? ഒരു നെഗറ്റീവ് എനർജിക്ക് ടിപ്പിക്കലായിട്ട് നമുക്കങ്ങനെ എക്സാമ്പിൾ പറയാൻ പറ്റില്ല. എപ്പോഴും നെഗറ്റീവ് മാത്രം ചിന്തിക്കുകയും നെഗറ്റീവ് മാത്രം പറയുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പം മറ്റുള്ളവർക്ക് നന്മ വരാതിരിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ നാട്ടിൻപുറത്ത് നമ്മൾ കണ്ടിട്ടില്ലേ, അദ്ദേഹത്തിൻ്റെ കൺമുമ്പിൽ പെടണ്ട, അദ്ദേഹത്തിന് കൺമുമ്പിൽ പെട്ട അന്നത്തെ ദിവസം പോയി, അല്ലെങ്കിൽ ഒരു പുതിയ ബൈക്ക് വാങ്ങി അദ്ദേഹത്തോടെ മുന്നിൽ കൂടെ ഓടിച്ചു പോവുകയാണെങ്കിൽ ആ ഒരു തൊട്ട അടുത്ത സെക്കൻഡ് അവർക്ക് ആക്സിഡന്റ് ആവും. കുറേ മൂവീസിലൊക്കെ അത് ഞാൻ കണ്ടിട്ടുണ്ട്, തമാശ രൂപേണൊക്കെ പറയുന്നുണ്ട്. അത് നെഗറ്റീവ് എനർജിയാണ്. കാരണം അവരെല്ലായ്പ്പോഴും പറയുകയും ചെയ്യുന്ന നെഗറ്റീവായ കാര്യങ്ങൾ മാത്രമാണ്. ഗ്രാജ്വലി അവരെന്ത് പറഞ്ഞാലും അത് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തുടങ്ങും. ഇപ്പം നമ്മൾ പ്രാഗുക, കേഴ്സ്, അതൊക്കെ ഒരു പരിധിവരെ ഫലിക്കുന്നുണ്ട്. നമ്മുടെ എനർജി ബോഡി സ്ട്രോങ് അല്ലെങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും ഫലിക്കും. ഒരുപാട് എക്സാമ്പിൾ നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്നുണ്ട്. ഇപ്പം ഒരു ദിവസം എക്സാമ്പിളാണ്, വീട്ടിൽ നിന്ന് നമ്മൾ ഭാര്യയോട് വഴക്കുണ്ടാക്കി ഇറങ്ങുകയാണെങ്കിൽ അന്ന് അത് നമ്മൾ ഡിസ്റ്റർബ് എനർജി ആയിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. ആ എനർജി വെച്ച് നമ്മൾ എവിടേക്ക് പോകുന്നു, അപ്പോൾ ആ തരത്തിലുള്ള എനർജി മാത്രമേ നമ്മുടെ അടുത്തേക്ക് വരുള്ളൂ. അന്നത്തെ എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും അത് നേരമാണ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മളൊരു നെഗറ്റീവ് എനർജി ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചുറ്റുവട്ടത്തുള്ള നെഗറ്റീവ് എനർജിയും കൂടെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യും. അപ്പം ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് പോലെ ആ ഒരു നമ്മൾ നല്ല പ്ലസൻ്റ് ആയിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ നമുക്ക് നല്ല പോസിറ്റീവ് എനർജി ആയിരിക്കും. അപ്പോൾ നമ്മൾ പോസിറ്റീവ് എനർജിയുള്ള ആൾക്കാരെ കൂടുതൽ അട്രാക്ട് ചെയ്യും. അന്നത്തെ ഒരു നല്ല ദിവസമായിട്ട് മാറുകയും ചെയ്യും. പള്ളികൾ, അതുപോലെ തന്നെ അമ്പലം, ചർച്ച്, ഇങ്ങനെയുള്ള സ്പേസുകളിൽ ഭയങ്കര പോസിറ്റീവ് എനർജി ഉണ്ടാവും എന്ന് പറയാറുണ്ട്. പണ്ടത്തെ ആളുകളൊക്കെ പറയാറുണ്ടല്ലോ, അതായത് പള്ളിയുടെ അടുത്തൊക്കെ വീട് വെച്ചാൽ പോലും ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവ് എനർജിയാണ് അവിടെ നിൽക്കുന്നത്. ആ ഒരു പോസിറ്റീവ് എനർജി വീടുകൾക്ക് താങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ശരിയാണോ? തീർച്ചയായിട്ടും. നമ്മൾ ഈ വാസ്തുവൊക്കെ അതിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഒരു വീട് വെക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ കിഴക്കാണ് അതിൻ്റെ ഫേസ് വരണം എന്ന് എപ്പോഴും പറയുന്നത്. കാരണം കിഴക്ക് വരുമ്പോൾ സൂര്യപ്രകാശം നമ്മളെ വീട്ടിനകത്തേക്ക് വരികയും ആ എനർജി നല്ലൊരു പോസിറ്റീവ് എനർജി വീട്ടിലുണ്ടാക്കുകയും നെഗറ്റീവ് എനർജി റിമൂവ് ചെയ്യുകയും ചെയ്യുന്നു. അതൊരു ലൈറ്റ് ഇടുന്ന പോലെ ഇരുട്ടത് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ വെളിച്ചം എങ്ങനെ വരുന്നു, അതുപോലെ ആ വീടിൻ്റെ എനർജി അവർ നല്ലപോലാക്കും. സെയിം ആണ് അമ്പലത്തിൽ നടക്കുന്നത്. അമ്പലത്തിലെ പൂജകൾ, പ്രാർത്ഥനകളൊക്കെ നമുക്ക് എപ്പോഴും പോസിറ്റീവ് എനർജിയാണ് തരുന്നത്. അവിടുത്തെ പ്രതിഷ്ഠകൾ, പള്ളിയിലാണെങ്കിലും അവിടുത്തെ ആ ഒരു ഖുർആൻ വായിക്കുന്നത്, അതെല്ലാം പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പള്ളിയിൽ പോയി നിസ്കരിച്ചിറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പീസ് ഓഫ് മൈൻഡ് ഫീൽ ചെയ്യും. ഒരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഇമോഷൻസിനും നമുക്കൊരു ഒരു പരിധി വരെ ഒരു സൊല്യൂഷൻ കിട്ടും.
കാമായിരിക്കും എല്ലാവരും. അതായത് ഒരാൾ ഒരു നെഗറ്റീവ് എനർജീൻ്റെ ഒരു ഓറയായിട്ട് ഇങ്ങനെ പോവുകയാണ്, പള്ളിയിൽ പോകുന്ന സമയത്ത് അവിടുത്തെ ഒരു പോസിറ്റീവ് ഓറ അയാളിലേക്ക് എന്ത് ചെയ്തു, പോസിറ്റീവ് ഓറ ഫില്ല് ചെയ്തിട്ട് തിരിച്ചു വിടുകയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ഒരാൾക്ക് മാറ്റം വരുന്നു അല്ലേ? തീർച്ചയായിട്ടും. ഡെയിലി അമ്പലത്തിൽ പോകുന്ന ആൾക്കാർക്ക് അതിൻ്റെതായ ഒരു വ്യത്യാസം എപ്പോഴും ഉണ്ടാവും. എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള കാര്യം, എല്ലാവരും വിഷമങ്ങൾ വരുമ്പോൾ കൂടുതൽ അമ്പലങ്ങളിലും പള്ളിയിലും പോകുന്നതിൻ്റെ ഒരു റീസൺ അതാണ്. ആ നെഗറ്റീവ് ഇമോഷൻസ് അവിടെ നിന്ന് റീഫിൽ ആവുന്നു, അവിടുത്തെ പോസിറ്റീവ് എനർജി അവർ സ്വീകരിക്കുന്നു. ഫോർ എ ടൈം ബീങ് ദേ ആർ ഓക്കെ വിത്ത് ദാറ്റ്. പക്ഷേ ഇത് പറഞ്ഞാൽ ഇത് കോൺസ്റ്റൻ്റ് ആയ പ്രോസസ്സാണ്. ഒരു പരിധി സമയം കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ചെല്ലുന്നത് എങ്ങോട്ടാണ്, ഒരു വഴക്ക് നടന്ന അല്ലെങ്കിൽ ബഹളം ഉണ്ടായ ഒരു വീട്ടിലേക്ക്. അപ്പോൾ ആ എനർജി അവിടെ വീണ്ടും ഡ്രെയിൻ ആവുന്നു, നെഗറ്റീവ് എനർജി നമ്മൾ റിസീവ് ചെയ്യുന്നു. ഡെയിലി ലൈഫിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഓക്കെ. അതേപോലെ വലിയൊരു സബ്ജക്റ്റാണ്, നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഇപ്പോൾ നെഗറ്റീവ് എനർജി, ഗോസ്റ്റ്, ഇങ്ങനെയുള്ള കൺസെപ്റ്റിനൊക്കെ ഈ പ്രാണിക് ഹീലിംഗിൽ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും നമുക്ക് പ്രാണി ഹീലിംഗ് ഉപയോഗിച്ചിട്ട് ഈവിളായി ബ്ലാക്ക് മാജിക് ചെയ്യുന്നതൊക്കെ ഒരു പരിധി വരെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിലും ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു കർമ്മ ബേസ്ഡ് ചെയ്താണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. ഞാൻ നല്ലത് ചെയ്യുകയാണെങ്കിൽ എനിക്ക് നല്ലത് തിരിച്ചു കിട്ടും, ഞാൻ ബാഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാഡ് കിട്ടും. ഈ ഹോളി ഖുറാൻ, ബൈബിളൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, വിതയ്ക്കുന്നവൻ കൊയ്യും. എന്താണോ അവൻ വിതയ്ക്കുന്നത് അത് അവൻ കൊയ്യും. നീ 10 കൊടുത്താൽ നിനക്ക് 1000 മടങ്ങി കിട്ടും. എല്ലാത്തിലും അത് പറയുന്നുണ്ട്. അപ്പോൾ ഈ ബ്ലാക്ക് എനർജി അല്ലെങ്കിൽ ഈവിൾ എനർജി അത് ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം ഞാൻ ഇദ്ദേഹത്തിന് വേണ്ടി ഒരു നെഗറ്റീവ് കാര്യം സംഭവിക്കണമെന്ന് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു കർമ്മ ഇല്ലെങ്കിൽ നിങ്ങൾക്കത് എഫക്റ്റ് ചെയ്യില്ല. പക്ഷേ നിങ്ങൾ ഓൾറെഡി ഒരു 10 പേര് നശിച്ചു പോകണമെന്ന് മനസ്സ് ചിന്തിക്കുകയും അവർക്ക് ചെറുതായിട്ട്, ഇപ്പം അങ്ങനെ ബ്ലാക്ക് മാജിക് ആയിട്ടല്ല, വണ്ടിയുടെ ടയറിൻ്റെ കാറ്റഴിച്ചു വിടുക അല്ലെങ്കിൽ വഴി ബ്ലോക്ക് ആക്കി വെക്കുക, അത് നെഗറ്റീവായ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിലെ നല്ല ആളുകളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും നല്ല ആളുകൾ ഒരു കാരണവശാലും പേടിക്കണം. ഞാൻ ചെയ്തതേ എനിക്ക് വരുള്ളൂ. ഇപ്പം ഞാനൊരു യുദ്ധം നടക്കുന്ന ഭൂമിയിൽ ഞാൻ നടന്നു പോവാണ്, എനിക്ക് അവിടെ ഒരു ഇഞ്ചുറി എന്ന കർമ്മ ഇല്ലെങ്കിൽ എനിക്ക് ഒരു വെടി പോലും, ഒരു ഉണ്ട പോലും അല്ലെങ്കിൽ ഒരു പോറലും എന്നെ ദേഹത്ത് വെക്കില്ല. അത് വളരെ പ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് എത്രയോ ദുഷ്ടന്മാരായിട്ടുള്ള മനുഷ്യന്മാരുണ്ട്, ഒരുപാട് ആളുകളെ കൊല്ലുന്ന ആളുകൾ. ഇവരെയൊന്നും എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഇതൊന്നും എഫക്റ്റ് ചെയ്യാത്തത്? ഇത് കുറച്ചുകൂടി വൈഡായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു വിശ്വാസപ്രകാരം നമുക്ക് പാസ്റ്റ് ലൈഫും പ്രസന്റ് ലൈഫും ഫ്യൂച്ചർ ലൈഫുണ്ട്. അതായത് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത സത്കർമ്മകളാണ് ഈ ജന്മത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇദ്ദേഹം ഒരുപക്ഷെ കഴിഞ്ഞ ജന്മത്തിൽ ഒരുപാട് നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാവും, ഈ ജന്മത്തിലായിരിക്കും ഈ ഒരു എന്താ പറയുക ദുഷ്ടനായിട്ടിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന് ഒരു ദോഷവും വരാതിരിക്കുന്നത് അദ്ദേഹം ഓൾറെഡി ചെയ്തു വെച്ച ആ ഒരു അക്കൗണ്ട് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് നല്ലത്. പക്ഷെ ഈ ജന്മത്തിൽ ചെയ്യുന്നത് ഒരു പക്ഷെ അദ്ദേഹത്തെ അടുത്ത ജന്മത്തിലായിരിക്കും വരിക. അങ്ങനെയാണ് അവരൊരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതായത് നല്ല രീതിയിൽ ഈ ജീവിക്കുന്ന ഒരു വ്യക്തി ബിസിനസ് ഒക്കെ തുടങ്ങി പോകുന്നു, ഫുള്ള് ദുരന്തവും അബദ്ധങ്ങളും സംഭവിക്കുന്നു. അപ്പൊ അത് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിട്ടുള്ള കഴിഞ്ഞ ജന്മത്തിലായിരിക്കും, അല്ലെങ്കിൽ ഈ ജന്മത്തിൽ നമുക്ക് അറിയില്ലല്ലോ ഓരോരുത്തർ എന്തൊക്കെയാണ് ഇതിൽ കൂടിയാണ് പോകുന്നത് എന്നത്. എന്ത് ചെയ്താലും അത് തിരിച്ചു വരും. നല്ലത് ചെയ്ത് ഉറപ്പായിട്ട് നമുക്ക് നല്ലത് തന്നെ തിരിച്ചു വരും. ഓക്കെ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഈ പ്രാണിക് ഹീലിങ്ങിലാണെങ്കിലും ഒരു സ്പിരിച്വൽ കൺസെപ്റ്റിലൊക്കെ മെയിനായിട്ട് പറയുന്നത് അതിലൊരു സയൻറ്റിഫിക്കൽ വശം കൂടെ ഉണ്ട്. അതായത് നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മളെന്ന് പറയുന്നത് ഒരു ബോഡി അതുപോലെ തന്നെ സോൾ, ഇങ്ങനെ രണ്ടായിട്ട് നമ്മൾ തരംതിരിക്കുന്നുണ്ട്. നമ്മുടെ ആത്മാവ് ഈ ഒരു ബോഡിയെ എന്ത് ചെയ്യുന്നു, ജീവൻ നൽകുന്നു, അതാണ് ഒരു ബേസ്. അപ്പോൾ നമ്മുടെ ബേസ് എന്ന് പറയുന്നത് ആത്മാവാണ്. അപ്പോൾ ഈ ഒരു ആത്മാവാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞത് കണക്ട് ആകുന്നത് ആത്മാവിൻ്റെ കാര്യമല്ലേ? അതായത് ഒരുപാട് ബോഡികളിലേക്ക് മാറി മാറി പോകുന്നു. അതായത് നമ്മൾ മരണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മൾ ശരിക്കും മരിക്കുന്നില്ല, നമ്മുടെ ബോഡിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ആ സോളിൻ്റെ കണക്ഷൻ പോവുകയാണ് ചെയ്യുന്നത്. അല്ല അങ്ങനെ തന്നെയല്ല കൺസെപ്റ്റ്? തീർച്ചയായിട്ടും. അപ്പം നമ്മളൊരാൾ മരിച്ചു കഴിഞ്ഞാൽ ഡെഡ് ബോഡി എന്നാണ് വിളിക്കുന്നത്. അല്ലാണ്ട് രാമൻ മരിച്ചു അല്ലെങ്കിൽ രാമൻ്റെ ബോഡി എടുക്കട്ടെ എന്ന് ചോദിക്കില്ല, ആ ബോഡി എടുക്കട്ടെ എന്ന് ചോദിക്കില്ല. കാരണം സംതിങ് ഈസ് ലെഫ്റ്റ് ദാറ്റ് ബോഡി, റൈറ്റ്? ആ ശരീരത്തിൽ ഉണ്ടാകുന്ന എനർജി അവിടുന്ന് ലീവ് ചെയ്തു. അതുകൊണ്ടാണ് ബോഡി എന്ന് തന്നെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ആരും അവിടെ പേരെടുത്ത് വിളിക്കാറില്ല. അത് നമ്മള് അതുകൊണ്ടാണ് അങ്ങനെയാണല്ലേ? തീർച്ചയായിട്ടും. ഇപ്പം നമ്മുടെ ഒരു വിശ്വാസപ്രകാരം ഒരു ദിവസം നമ്മൾ രാവിലെ ഒരു ഡ്രസ്സ് ഇട്ട് വൈകിട്ട് അത് മാറുന്ന പോലെയാണ് ഓരോ ലൈഫ് എടുക്കുന്നത്. ഓരോ ലൈഫ് എടുത്തെടുത്ത് നമ്മൾ അതിലൂടെ എവല്യൂഷൻ വന്ന് അൾട്ടിമേറ്റ് ആയി നമുക്കൊരു ലിബറേഷൻ, നമ്മളെ ഒരു ഹിന്ദു വിശ്വാസപ്രകാരം മുക്തി എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തും. എല്ലാ ഇതും കഴിഞ്ഞ് ആഗ്രഹങ്ങളെല്ലാം സാധിച്ച് ഒരു ലൈഫ്, ഓരോ ലൈഫിനും ഓരോ കർമ്മയ്ക്കാണ് എഫക്റ്റാണ് വരുന്നത്. ഇപ്പം ഞാൻ ചെയ്യുന്നതെല്ലാം ഈ ലൈഫിൽ അല്ലെങ്കിൽ അടുത്ത ലൈഫിൽ ഞാനത് ഫേസ് ചെയ്യണം. മുമ്പ് ചെയ്ത പാപം, മുൻപ് ചെയ്ത ജന്മത്തിൽ കിട്ടിയ ഒരു പാപം ഈ ഒരു ജന്മത്തിൽ ഭവിക്കാറുണ്ടോ ഭവിഷ്യത്തായിട്ട്?
തീർച്ചയായിട്ടും അങ്ങനെ വരുന്നു എന്നാണ്. അപ്പോൾ വിശ്വാസങ്ങളാണെങ്കിലും നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ ഒരുപാട് സ്റ്റോറീസൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. കൂടാതെ മഹാഭാരതത്തിൽ അങ്ങനെ ഒരു സ്റ്റോറി പറയുന്നുണ്ട്. കൃഷ്ണൻ ധൃതരാഷ്ട്ര മക്കളൊക്കെ മരിച്ചു വന്നത് അദ്ദേഹം 100 ജന്മങ്ങൾക്ക് മുന്നേ ചെയ്ത ഒരു കർമ്മഫലം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നൊരു കഥയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, ഒരു ഹിസ്റ്ററി നമ്മളതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. പാസ്റ്റ് ലൈഫ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ പാസ്റ്റ് ലൈഫിൽ ചെയ്ത കർമ്മങ്ങളാണ് ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത് എന്നുള്ളതിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സ്റ്റോറികളും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ആത്മാവിൽ തന്നെ അത് ഭയങ്കര ഒരു ലാർജായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എന്നിരുന്നാലും നമ്മൾ പറയാറുണ്ടല്ലോ, ഒരാളുടെ ശരീരത്തിൽ മറ്റൊരാൾ കയറുക, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു റിയാലിറ്റി എന്താണ്? അതായത് ഒരു സോളിന് ഒരു ബോഡിയിലേക്ക് 2 സോളിന് കയറാൻ പറ്റുമോ? പ്രാണി ഹീലിങ്ങിൻ്റെ ബേസിലാണെങ്കിൽ ഒരു സോളിന് തീർച്ചയായിട്ടും വേറൊരു സോളിനെ അല്ലെങ്കിൽ വേറൊരു ബോഡീനെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബോഡി, അദ്ദേഹത്തിൻ്റെ എനർജീസ്, നമുക്ക് എനർജി സെൻറ്ററുകളുണ്ട്. ആ എനർജി സെൻറ്ററിൽ കൂടിയാണ് വേറൊരു എനർജി ആണെങ്കിലും ഒരു സോളാണെങ്കിലും ആ ബോഡി ഒക്യുപ്പൈ ചെയ്യുന്നത്. അത് വീക്ക് ആണെങ്കിൽ മാത്രം ആ ഒരു സോളിന് ഒരു സോളുള്ള ബോഡിയിൽ വീണ്ടും ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും. അതായത് ഒരു ബോഡിയിൽ 2 സോൾ. യൂഷ്വലി അങ്ങനെ ഉണ്ടാവാറില്ല, ഒരു 98% അങ്ങനെ സംഭവിക്കാറില്ല. ചില കേസുകളിൽ അങ്ങനെ സംഭവിക്കും. ആ ഒരു കേസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബോഡി ഭയങ്കര വീക്കായി. ഡ്രഗ് അഡിക്ഷൻ, ഇപ്പോൾ ഈ പറയുന്ന ഇപ്പോഴത്തെ ന്യൂജൻ ഉപയോഗിക്കുന്ന MDMA അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ അവരുടെ എനർജി സെൻറ്റേഴ്സ് ബ്രേക്ക് ആവുകയും ആ എനർജി സെൻറ്റർ ബ്രേക്ക് ആവുന്നതിലൂടെ ആ ഒരു വെബ്, അവിടെ ഒരു പ്രൊട്ടക്റ്റീവ് വെബ് ഉണ്ടാവും. അതിൽ കൂടെയാണ് ഈ സോളുകൾ അല്ലെങ്കിൽ എനർജി എൻറ്റിറ്റീസ്, അതായത് ലോവർ എനർജി എൻറ്റിറ്റീസ് എന്നാണ് പ്രാണി ഹീലിംഗ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. അത് ആ ശരീരം ഒക്യുപ്പൈ ചെയ്യുകയും നമ്മൾ പോലും അറിയാത്ത നമ്മൾ ഈ പറഞ്ഞ പോലെ നാഗവല്ലി ആവുകയും അങ്ങനത്തെ ഒരു കേസുകൾ വരികയും ചെയ്യുന്നത് അതിലാണ്. അങ്ങനെ ഒരു കേസ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു എനർജി ബീങ്സ് ഉണ്ട്. സോളുകൾ ഒക്യുപ്പൈ ചെയ്യുന്ന കേസുകളും പ്രാണി ഹീലിംഗ് നമുക്ക് എടുത്തു പറയാൻ പറ്റും. പിന്നെ എനിക്കായാലും പൊതുവെ ആളുകൾക്ക് എല്ലാവർക്കും ഉള്ളൊരു ആശങ്കയും സംശയമാണ് ഈ കണ്ണേർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ണേറിനെ പറ്റിയിട്ട്. അപ്പോൾ ഇത് ശരിക്കും എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണോ? എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ തീർച്ചയായിട്ടും അത് എഫക്റ്റ് ചെയ്യുന്നതാണ്. നമ്മൾ പണ്ടുള്ള അമ്മമാരൊക്കെ എപ്പോഴും കുഞ്ഞുങ്ങളെ ഉപ്പുമുളക് ഒഴിഞ്ഞിടുക, അതൊരു എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാവുന്നതല്ല, എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നൊരു കാര്യമാണ്. അതിൽ ശരിക്കും ഒരു എനർജി ഡിഫറൻസ് ആണ് വരുന്നത്. ഇപ്പം കുഞ്ഞുങ്ങൾ നമ്മൾ എടുക്കുമ്പം പല ആൾക്കാർ കുഞ്ഞുങ്ങൾ മാറി മാറി എടുത്തു കഴിഞ്ഞാൽ അന്ന് രാത്രി ശ്രദ്ധിച്ചാൽ മതി, കുഞ്ഞു ഉറങ്ങില്ല, വാശി പിടിച്ച് കരയും. അത് ആ എനർജി ഇംബാലൻസ് ആണ്. അതായത് നെഗറ്റീവ് എനർജിയുള്ള ആൾക്കാരെ കുഞ്ഞിനെ എടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി ആൾക്കാർ, പല ഇമോഷൻസ് ഉള്ള ആൾക്കാരെ എടുക്കുന്നുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ആ കുഞ്ഞിൻ്റെ എനർജിയും വേരി ചെയ്യും. അപ്പോൾ ആ അൺവാണ്ടഡ് ആയ ഒരു ഫിയർ ആ കുഞ്ഞിന് വരും. രാത്രി അമ്മ ഉറങ്ങാൻ പറ്റില്ല, ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഞാൻ ഒരുപാട് കേസുകൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ പോലും എൻ്റെ മോനൊന്ന് ഒഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ അവൻ അന്ന് രാത്രി കിടന്ന് ഉറങ്ങും. അപ്പോൾ ആ ഒഴിഞ്ഞിട്ട് തന്നെ ആ എനർജി നമ്മൾ ഡ്രെയിൻ ചെയ്ത് കളയാം. ആളുടെ അൺവാണ്ടഡ് എനർജീസ്, ആളുടെ ബോഡിയിലുള്ള അൺവാണ്ടഡ് എനർജീസ് നമ്മൾ ഒഴിഞ്ഞിട്ട് കഴിയുമ്പോൾ ആ എനർജി ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ് പുറത്തേക്ക് കളയുമ്പോൾ ഹി വിൽ ബി ഓക്കെ. അദ്ദേഹം കിടന്നുറങ്ങും നന്നായിട്ട്. കണ്ണേർ ഈ ചെറിയ കുട്ടികളിലുള്ള എനർജി കൂടുതൽ പോസിറ്റീവ് ആയിരിക്കില്ലേ, നെഗറ്റീവ് എനർജി കുറവായിരിക്കില്ലേ ചെറിയ പിള്ളേർ? അവർക്ക് പോസിറ്റീവ് എനർജിയാണ്, പക്ഷെ അവരുടെ എനർജി ഫീൽഡ് സ്ട്രോങ് അല്ല. കുഞ്ഞുങ്ങളുടെ എനർജി ഫീൽഡ് പോസിറ്റീവ് ആണെങ്കിലും അത്ര സ്ട്രോങ് അല്ല. അപ്പം അവർ ആരൊക്കെ എടുത്ത് പോകുന്നു അതനുസരിച്ച് ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പം എല്ലാ ആൾക്കാരുടെ എനർജി ബോഡി അങ്ങനെയാണ്, ഡിഫറൻസ് വേരിയേറ്റ് ചെയ്യും. അമ്പലത്തിൽ പോകുമ്പോൾ എനർജി കൂടുന്നു, പള്ളിയിൽ പോകുമ്പോൾ എനർജി കൂടുന്നു, ഇല്ലൊരു നെഗറ്റീവ് ആയൊരു പ്ലേസിൽ പോകുമ്പോൾ എനർജി കുറയുന്നു. അത് എപ്പോഴും ഫ്ലക്ച്വേറ്റിംഗ് ആണ്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഇമോഷൻസ് നമുക്ക് ഫ്ലക്ച്വേറ്റിംഗ് ആവും. അല്ലെങ്കിൽ പറഞ്ഞ പോലെ വാശി, സങ്കടങ്ങൾ വലിയ ആൾക്കാർക്ക് ഒഴിഞ്ഞിട്ടുന്നത് ഞാൻ കേട്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. അതിലും റിസൾട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതുള്ളതാണ്, ആക്ച്വലി എനർജി ഡിഫറൻസ് ഉള്ളതാണ്. ഓക്കെ, പക്ഷേ എനിക്ക് ഇപ്പം എൻ്റെ ഒരു കൺസെപ്റ്റ് പറഞ്ഞുതരാം. ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വിശ്വസിക്കുന്ന ആളുകളെ ആയിരിക്കും ഇത് എഫക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലേ, നമ്മളിപ്പോൾ ഒരാൾ വിശ്വസിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു എനർജി എന്ത് ചെയ്യാം, എന്നെ സ്വാധീനിക്കപ്പെടാം, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്, കണ്ണേറ് സംഭവിക്കാം, ഇതിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളെ മാത്രമായിട്ട് കൂടുതലും എഫക്റ്റ് ചെയ്യുന്നത് കാണാറുണ്ട്. അത് മറ്റുള്ളവർ ശ്രദ്ധിക്കാത്തതാണോ, അല്ലെങ്കിൽ ശരിക്കും അങ്ങനെ തന്നെ ഒരു സിസ്റ്റം ഉണ്ടോ? അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പരിധി വരെ എനർജി ബോഡീനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, കണ്ണേറുണ്ട്. പക്ഷേ അവിടെ അത് അനുഭവിക്കാൻ എനിക്കൊരു കാർമിക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അത് അനുഭവിക്കുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ അപ്പം എനിക്ക് വിശ്വാസമില്ല, എനിക്ക് എൻ്റെ കർമ്മയിൽ ഞാൻ ഒരു ദോഷങ്ങളും ആർക്കും ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ വിശ്വാസം ഉറപ്പിക്കുന്നതായിരിക്കും. കാരണം എനിക്ക് കണ്ണേർ വെക്കില്ല, അല്ലെങ്കിൽ എനിക്കെതിരെ ഒരു ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ഒരു എഫക്റ്റ് എനിക്ക് വരത്തില്ല. കാരണം ഐ ഡോണ്ട് ഹാവ് ദാറ്റ് കർമ്മ ഇൻ മൈ അക്കൗണ്ട്. അതുകൊണ്ട് ആ ഒരു എഫക്റ്റും എനിക്കുണ്ടാവില്ല, എൻ്റെ വിശ്വാസം അവിടെ സ്ട്രോങ് ആയി. സോ ഇതൊക്കെ വെറുതെയാണ് ഈ ആൾക്കാരെല്ലാം പറയുന്നത്, ഇത് എന്താ പറയുക, അന്ധവിശ്വാസങ്ങളാണ്.
അതാണ് ശരിക്കും എൻ്റെ ബേസ് വരുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു കർമ്മയുണ്ട്, ഞാൻ ഒരുപാട് പേരെ ഉപദ്രവിച്ചിട്ടുണ്ട്, അല്ലെ ഒരുപാട് പേര് നശിച്ചു പോകാൻ അമ്പലത്തിലും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കെതിരെ ഒരാൾ ഒരു മനസ്സുകൊണ്ട് പോലും എന്നെ ശപിക്കുകയാണെങ്കിൽ എനിക്കത് ഏൽക്കും. ഇതെല്ലാം എനർജി ബേസ്ഡ് ആണ്, അതുപോലെ കർമ്മയും കൂടി റിലേറ്റഡ് ആണ് ഈ ഒരു കാര്യത്തിൽ. ഓക്കെ ഓക്കെ. നേരത്തെ മാം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ, അതായത് ഞാൻ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായ സമയത്ത് യൂസ് ചെയ്തൊരു ഡ്രസ്സ് പിന്നീട് യൂസ് ചെയ്യുന്ന പക്ഷെ എന്ത് ചെയ്യും, എനിക്ക് ആ ഒരു നെഗറ്റീവ് എന്നെ സ്വാധീനിക്കപ്പെടാം ആ ഒരു ഡ്രസ്സിലൊക്കെ എന്ന് പറയുന്നത്. ഇതേപോലെ കളേഴ്സിലും ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ? അതായത് പോസിറ്റീവായിട്ടുള്ള കളറ്, അതേപോലെ തന്നെ നെഗറ്റീവ് എനർജിയുള്ള കളേഴ്സിൽ എങ്ങനെയാണ് അങ്ങനെ വരുന്നത്? തീർച്ചയായിട്ടും എനർജി ഹീലിംഗ് വിത്ത് കളേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അതിൽ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് ഉണ്ട്. നമ്മൾ ഗ്രീൻ കളർ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിസിൻഫെക്ഷൻ അല്ലെങ്കിൽ ഹീലിംഗ്, പെയിനൊക്കെ മാറുന്നത് ഗ്രീൻ കളർ ഉപയോഗിച്ചാണ്. അതെ, അപ്പം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ യൂഷ്വലി യൂസ് ചെയ്യുന്ന കളർ ഒന്ന് ഗ്രീനും ബ്ലൂ ആണ്. രണ്ടിൻ്റെയും പ്രോപ്പർട്ടി വരുന്നത് ഡിസിൻഫെക്ഷൻ ആണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ യൂസ് ചെയ്യുന്നത് ബ്ലൂ കളറാണ് അല്ലെങ്കിൽ ഗ്രീൻ കളറാണ്. അതിൻ്റെ ആ ഒരു ഫങ്ഷൻ എന്ന് പറഞ്ഞത് ഡിസിൻഫെക്ഷനും ആണ്, കൂടുതൽ പെയിൻ കില്ലറും ആണ്. അതുകൊണ്ടാണ് ആ രണ്ട് കളറും യൂസ് ചെയ്യുന്നത്. അതുപോലെ റെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹീലിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു കളറാണ്, ആക്ടിവേറ്റ് ചെയ്യുക. ചില സ്ഥലത്ത് എനർജി കുറവുണ്ടെങ്കിൽ നമ്മൾ റെഡ് കളർ കൊടുത്തിട്ട് ആ എനർജി ആക്ടിവേറ്റ് ചെയ്ത് അവിടെ ഹീൽ ചെയ്യും. എനർജി ആക്ടിവേഷൻ വരുന്നത് റെഡ് കളർ കൊടുക്കുമ്പോഴാണ്. സെയിം ആണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ പോകുമ്പോൾ ഒരുപാട് റെസ്റ്റോറൻറ്റ് റെഡ് കളർ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ അപ്പറ്റൈറ്റ് അവർ ഇൻക്രീസ് ചെയ്യും, അപ്പറ്റൈറ്റ് ആക്ടിവേറ്റ് ചെയ്യും. അതെ, അത് ആ റെഡ് കളർ ഉപയോഗിക്കുന്നത് ആ ഒരു ഇതിനു വേണ്ടി. അതുപോലെ സിന്ദൂരം തൊടുന്നത്, നമ്മൾ ഇവിടെ ഒരു ഫോർഹെഡിൽ ഒരു ചക്രയുണ്ട്, ആ ചക്രയിലാണ് റെഡ് കളർ സിന്ദൂരം തൊടുന്നത്. അവിടെ സെക്ഷൽ ഡ്രൈവ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ ഹിന്ദു വിശ്വാസത്തിൽ എപ്പോഴും അവർ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവാനും അതിന് വേണ്ടിയിട്ട് ഹിന്ദു മിത്തോളജിയിൽ മെൻഷൻ ചെയ്തിരിക്കുന്നുണ്ട് ഈ ഒരു സിന്ദൂരം യൂസ് ചെയ്യുന്നത്. അത് റെഡ് കളർ ആവുന്നതിന് ആക്ടിവേഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. അതേപോലെ തന്നെ ഈ ബ്ലാക്ക് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നെഗറ്റീവ് എനർജി വരുന്ന കളറാണോ? ഫോറിൻ കൺട്രിയിലൊക്കെ നമ്മൾ മരണത്തിനൊക്കെ അവർ ബ്ലാക്ക് കളർ ബ്ലാക്ക് ഡ്രസ്സാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ബ്ലാക്ക് കളർ ഡ്രസ്സ് സാഡ്നെസ്സിന് റെപ്രസെന്റ് ചെയ്യുന്നു തോന്നുന്നു. പിന്നെ ബ്ലാക്ക് എപ്പോഴും നെഗറ്റീവ് എനർജി വലിച്ചെടുക്കുക ചെയ്യണത്, ചൂട് വലിച്ചെടുക്കും, നെഗറ്റീവ് എനർജി വലിച്ചെടുക്കും. നമ്മൾ ഈ ബ്ലാക്ക് ഹോളൊക്കെ കിട്ടില്ല, എല്ലാം എക്ട്രാക്റ്റ് ആണ് ചെയ്യുന്നത്. നമ്മളിതിൽ ബ്ലാക്ക് അധികം യൂസ് ചെയ്യാൻ പാടില്ല. ഇൻസ്റ്റഡ് നമുക്ക് വൈറ്റ് റേഡിയേറ്റിംഗ് ആണ്, വൈറ്റ് കളർ യൂസ് ചെയ്യാം. മെഡിറ്റേഷൻ അമ്പലത്തിൽ നമ്മൾ ലൈറ്റ് കളർ യൂസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇപ്പോൾ കാറൊക്കെ വാഹനങ്ങളൊക്കെ ഡാർക്ക് കളർ എടുക്കുന്ന ആളുകളുണ്ടാവുമല്ലോ, അപ്പോൾ അത്തരത്തിൽ വാഹനങ്ങൾ ഡാർക്ക് കളർ യൂസ് ചെയ്യുന്നത് നെഗറ്റീവ് ആണോ? അങ്ങനെ എക്സാക്റ്റ് നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ബ്ലാക്ക് കളർ യൂസ് ചെയ്യരുതെന്ന് നമ്മൾ സജസ്റ്റ് ചെയ്യും. നമ്മളൊരു ഹീലിംഗ് മെത്തേഡിൽ കഴിയുന്നതും അങ്ങനത്തെ ഡാർക്ക് കളേഴ്സ് അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ഒഴിവാക്കണം എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ എനർജി എവിടെ അട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ പാസ് ചെയ്യുന്ന വഴികളിലൊക്കെ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അത് കൂടുതൽ അത് അട്രാക്ട് ചെയ്യാൻ കാരണമാവും. ടിപ്പിക്കലി അങ്ങനെ സംഭവിക്കുന്നതല്ല, മേ ബി ഇറ്റ് മേ ഹാപ്പൻ. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഈ ബ്ലാക്കിന്റെ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ വൈറ്റ്. അപ്പോൾ വൈറ്റിന് ഇതിനെ ഒപ്പോസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടോ? അങ്ങനെ അതിന് കഴിവായിട്ടില്ല. വൈറ്റ് കളർ ഒന്നും അട്രാക്ട് ചെയ്യില്ല, എല്ലാം അത് എക്സ്പെൽ ചെയ്യല് റേഡിയേറ്റ് ആ ചെയ്യണം, പുറത്തേക്ക് വിടുന്നത്. അപ്പം നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് വൈറ്റ് കളർ ഡ്രസ്സാണ്. അത് ഈ ഒരു പർപ്പസ് കൊണ്ടാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ വൈറ്റ് കളറുള്ള ഇപ്പോൾ ഡ്രസ്സിങ്ങിലാണെങ്കിലും അത് ഫോളോ ചെയ്യുന്നത് കുറച്ചും കൂടെ നമ്മളിലേക്ക്, ഇപ്പോൾ കണ്ണേറിൻ്റെ നേരത്തെ ഇതൊക്കെ പറഞ്ഞല്ലോ, അതുപോലെ കണ്ണേറൊക്കെ ഏൽക്കാതിരിക്കാൻ സഹായിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ ടിപ്പിക്കലി നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ വൈറ്റ് കളർ യൂസ് ചെയ്യുന്നത് ഒരു പരിധി വരെ നിങ്ങൾ എനർജി ബോഡീനെ അത് പ്രൊട്ടക്ട് ചെയ്യും. ഇതേപോലെ തന്നെ ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജികൾ നമ്മളിങ്ങനെ സ്പ്രെഡായി കിടക്കുന്ന പക്ഷം ഇത് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ് നേരത്തെ പറഞ്ഞല്ലോ, അതായത് കുളിക്കുന്നത് പോലെ. അപ്പോൾ നമ്മുടെ ഈ മുസ്ലിംസിലൊക്കെ എപ്പോഴും നിസ്കരിക്കുന്ന സമയങ്ങൾ വുളു കൊടുക്കും. ഇത് 5 ടൈമൊക്കെയാണ് അതിൻ്റെ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ 5 നേരം എന്ത് ചെയ്യും, കൃത്യമായിട്ട് നമ്മുടെ കാല് കഴുകുക, അതേപോലെ തന്നെ കൈ കഴുകുക, മുഖം, ഇങ്ങനെയുള്ള മെയിൻ ആയിട്ടുള്ള ബോഡി പാർട്സൊക്കെ ഒന്ന് കഴുകുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ഇതൊക്കെ ഇത്തരത്തിൽ നമ്മളുടെ ആ ഒരു നെഗറ്റീവ് എനർജീനെ ക്ലീൻ ചെയ്യാൻ സഹായിക്കുമോ? തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ രാവിലെ ജോലിക്ക് പോയി വൈകിട്ട് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുളിച്ച് കഴിയുമ്പം അതുവരെ ഉണ്ടായിരുന്ന ഒരു ഇമോഷണൽ ബേർഡൻ, ഒരു സ്ട്രെസ്സൊക്കെ നമുക്കൊന്ന് റിലീസാവും. കുറച്ചുകൂടെ ഒക്കെ ഒരു കാം ആൻഡ് ക്വയറ്റ് നമുക്ക് ഫീൽ ചെയ്യും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ, ഒരു എനർജി ബേസിലാണ് സംസാരിക്കുന്നതെങ്കിൽ ആ ഒരു ബാത്ത് എടുക്കുമ്പോൾ ആ ഷവർ നമ്മളെ എനർജി ബോഡീനെ ക്ലീൻ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ രാവിലെ കുളിച്ചിട്ട് അമ്പലത്തിൽ പോകുന്നതും അത് തന്നെയാണ്. അതുവരെ ഉണ്ടായിരുന്ന എനർജി ബോഡി ക്ലീൻ ചെയ്താൽ മാത്രമേ അമ്പലത്തിൽ ചെന്ന് ആ എനർജി റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഈവൻ നിങ്ങൾ വീട്ടിൽ വന്ന് കുളിക്കുമ്പോൾ പുറത്ത് അതുവരെ നിങ്ങളിൽ ഉണ്ടായിരുന്ന ഇമോഷണൽ ബേർഡൻസ്, അൺവാണ്ടഡ് എനർജീസ് ഒക്കെ ആ ഒരു ബാത്ത് എടുക്കുമ്പോൾ ക്ലീൻ ആവുന്നു. യു ഫീൽ റിഫ്രഷ്.
കുറച്ചുകൂടെ ഫ്രഷായി. അപ്പം അതുകൊണ്ടാണ് ഈ പള്ളിയിൽ പോകുമ്പോൾ നിങ്ങൾ 5 കാല് കഴുകിയിട്ടാണല്ലോ നിങ്ങൾ പള്ളിയിലേക്ക് കയറുന്നത്. അമ്പലത്തിലും നമുക്ക് ചില അമ്പലങ്ങളിൽ കാല് കഴുകിയിട്ടേ അമ്പലത്തിലേക്ക് കയറാൻ പാടുള്ളൂ. അത് അവിടെ ഇതുവരെ ഉണ്ടായിരുന്ന എനർജി ബോഡീനെ ക്ലീൻ ചെയ്ത് പുതിയ എനർജി റിസീവ് ചെയ്യും, നമുക്കൊരു കുറച്ചുകൂടെ പീസ്ഫുൾ ആവുകയും ചെയ്യുന്നുണ്ട്. വീടുകളൊക്കെ എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്തിടുന്നത്, ആ ക്ലീനിങ് തുടയ്ക്കുന്നത് അവിടെ എനർജിയാണ് ക്ലീൻ ചെയ്യുക. മാറയിലൊക്കെ പിടിച്ച് ഡാർക്ക് ആയിട്ടുള്ളൊരു റൂമിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് എനർജി കൂടുതലായിരിക്കും അല്ലേ അവിടെ? അത് മൂവിയിലൊക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് കണ്ടില്ലേ. ഇപ്പോൾ ഭാർഗവി നിലയം എന്ന് പറയുമ്പോൾ മാറാല പിടിച്ച് ഇരുട്ട്, അവിടെ കുറേ പക്ഷികൾ എല്ലാം, അതൊരു ഗാർബേജുകൾ, അതാണ് നെഗറ്റീവായിട്ട് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് അതിനെ നമ്മളെ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ നെഗറ്റീവ് എനർജിയാണ്. ഒരുപാട് നാൾ പൂട്ടിയിട്ട് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഇമോഷണലി നമ്മൾ ഡിസ്റ്റർബ് ആവും, അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റക്ക് ഫീൽ ചെയ്യും. ഇതെല്ലാം എനർജി കൊണ്ടാണ്. ഡെയിലി വീട് ക്ലീൻ ചെയ്യുക, പണ്ടുള്ളവർ എല്ലാ ദിവസവും അടിച്ചു വാരുക, തുടച്ചിട്ടെന്ന് നിർബന്ധ ബുദ്ധി കാണിച്ചതിൻ്റെ പിന്നിലുള്ളൊരു എനർജി ബേസ്ഡ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോഴത്തെ തലമുറ അത് ഫോളോ ചെയ്യുന്നില്ലെങ്കിലും ബേസിക്കലി അത് എന്നും ക്ലീൻ ചെയ്യണം. അത് നമ്മൾ എന്നും കുളിക്കുന്ന പോലെ നമ്മൾ എനർജി ബോഡി, വീട്, എല്ലാ എനർജി റിലേറ്റഡ് ആയ എൻവയോൺമെൻറ്റ് നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ വി വിൽ ഗെറ്റ് സ്റ്റക്ക്. ഇതേപോലുള്ള നമ്മളുടെ നെഗറ്റീവ് എനർജീനെ, നെഗറ്റീവ് ഓറേനൊക്കെ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഹീലിംഗ് മെത്തേഡുകൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും നമ്മൾ ഈ എനർജി ബേസ്ഡ് ഹീലിങ്ങിൽ ഓര ക്ലീൻ ചെയ്യാൻ, നമ്മളെ വീട് ക്ലീൻ ചെയ്യാൻ, വാഹനങ്ങൾ ക്ലീൻ ചെയ്യാൻ, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അങ്ങനെ ഒരുപാട് മെത്തേഡുകളുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ഇപ്പം നമ്മൾ ഒരുമിച്ച് സ്നേഹത്തോടു കൂടി പബ്ലിക്കായിട്ട് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ 2 ദിവസം കഴിഞ്ഞ് ആ വീട്ടിലൊരു വഴക്കുണ്ടാവും. കാരണം അവിടെ നെഗറ്റീവ് എനർജി വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ ഈ എനർജി ഹീലിംഗ് മെത്തേഡിൽ അത് ക്ലീൻ ചെയ്ത് തരാം. അവിടെ നമുക്ക് ഷീൽഡിങ് എടുക്കാം. അത് ഒരു ലവ് എനർജി ഷീൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ടൈം ബീയിങ് ഉണ്ട്, അത് 24 hours അല്ലെങ്കിൽ 12 hours നമുക്കത് പ്രൊട്ടക്റ്റ് ചെയ്യാം. അങ്ങനെ ഓരോ ഡേ ബൈ ഡേ ആ പ്രൊട്ടക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവും. പിന്നെ അവർക്കൊരു ഫാമിലി ഇഷ്യൂസ് വരില്ല. അതേപോലെ വാഹനങ്ങൾ, നമ്മൾ പുതിയ വാഹനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അമ്പലത്തിൽ പോയി നമ്മൾ പൂജ ചെയ്യുന്നത്, അല്ലെങ്കിൽ നാരങ്ങയെല്ലാം നമ്മൾ കണ്ടിട്ടില്ലേ, നാരങ്ങ ഇത് പൊട്ടിച്ചിട്ടാണ് പുറത്ത്, അത് ആ കണ്ണേറാണ് അല്ലെ എനർജി അവിടെ ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് ഷീൽഡ് ഇട്ട് കൊടുക്കാം, വണ്ടിക്ക് ഷീൽഡ് ഇടാം, കുഞ്ഞുങ്ങൾക്ക് പ്രൊട്ടക്ഷൻ, എനർജി പ്രൊട്ടക്ഷൻ കൊടുക്കാം. അതുപോലെ ക്രിസ്റ്റൽസ് ഉപയോഗിച്ച് നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ തന്നെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് നമുക്ക് സോൾവ് ചെയ്യാം. ഒരുപാട് കയ്യിലുള്ള സംഭവം അതുപോലുള്ള ഇത് ശരിക്കും പറഞ്ഞാൽ ക്രിസ്റ്റൽസ് ആണ്. നമ്മൾ എന്നും ക്ലീൻ ചെയ്ത് എനർജൈസ് ചെയ്ത് ചെയ്യണം. ഇത് അമെത്തിസ്റ്റ് ആണ്, സ്പിരിച്വൽ എനർജി. ഇത് ടൈഗർ ഐ, അതായത് ഫിനാൻഷ്യൽ ബ്ലോക്ക് വെക്കാൻ പറ്റില്ല. പക്ഷേ ഇത് വെറുതെ ഇങ്ങനെ കയ്യിലിട്ടിട്ട് കാര്യമില്ല, ഇതിന് പർപ്പസ് ഉണ്ട്. ഡെയിലി ക്ലീൻ ചെയ്യണം, എനർജൈസ് ചെയ്യണം, ഇത് പ്രോഗ്രാം ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന പോലെ ഇതിനോട് നമ്മൾ ഈ ഒരു കാര്യം അതിൻ്റെ ഒരു രീതിയിൽ, അതിന് കുറച്ച് റിച്വൽസ് ഉണ്ട്, അതിൻ്റെ രീതിയിൽ ഇത് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര റിസൾട്ട് കിട്ടുന്നുണ്ട്. ഒരുപാട് എൻ്റെ ക്ലയൻസിന് ഈ ഒരു ക്രിസ്റ്റൽ ഉപയോഗിച്ചിട്ട് അവർക്ക് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, അതിൻ്റെ കൂടെ മെഡിറ്റേഷൻ, ഈ പ്രൊട്ടക്ഷൻ, ഹീലിംഗ് ഡെയിലി ബേസ് ചെയ്യുന്ന സമയത്ത് ഒരു 1 week കൊണ്ട് ഭയങ്കര റിസൾട്ട് കണ്ടിട്ടുണ്ട് ഞാൻ. ഓക്കെ അപ്പോൾ എനിവേയ്സ് താങ്ക് യു സോ മച്ച്. അപ്പോൾ ഹീലിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് ആശങ്കകൾ എനിക്കും എൻ്റെ അടുത്ത് ഇപ്പം ഞാൻ കേട്ടിട്ടുള്ള കുറേ ചോദ്യങ്ങളാണെങ്കിലും അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ക്ലാരിറ്റിയാണ് മാം തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മാം ഇതേപോലെയുള്ള ട്രെയിനിങ്ങുകളും ഇതിൻ്റെ ഹീലിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ എങ്ങനെയാണ് മാമിനെ കണക്ട് ചെയ്യാൻ പറ്റുക? ഡയറക്റ്റ് തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. എങ്ങനെയാണ് ഒരു പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ നമുക്ക് ഫോണിൽ കൂടെ സംസാരിച്ചിട്ട് തന്നെ ആ ഒരു സെഷൻസൊക്കെ പ്രോഗ്രാം ചെയ്ത് ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഈ ഒരു ക്ലാസ് ഇത്രയും നേരം ശ്രമിച്ചതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസോ ഒരു ഹീലിംഗ് അപ്പോയിൻമെൻ്റ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.